1985 ആൺപാവ് എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച അതിസുന്ദരിയായ നടി സീത അസാധാരണമായ കഥാപാത്രങ്ങളോ അഭിനയ മുഹൂർത്തങ്ങളോ അവർ കാഴ്ചവെച്ചോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ഒരു ശരാശരി നടി മാത്രമായിരുന്നു സീത. വലിയ സൂപ്പർ ഹിറ്റുകളുടെ കരിഗ്രാഫർ ഒന്നും അവർക്കില്ല. പുരസ്കാര പെരുമഴയിൽ അവർ നനഞ്ഞിട്ടില്ല. പക്ഷേ മറ്റു പലർക്കുമില്ലാത്ത ഒന്നുണ്ട് അവർക്ക്: സ്ഫടികശുദ്ധമായ ഒരു മനസ്സ്. അത്രയും വലിയ മഹാമനസ്കത കൊണ്ടു നടക്കുന്നവർ ഈ കാലഘട്ടത്തിൽ ഉണ്ടോ എന്ന് സംശയമാണ്. അതിനൊരു ഉത്തരമേ ഉള്ളൂ: സീത, സർവം സഹയായ സീത. ചെന്നൈ സാലിഗ്രാമത്തിൽ ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ച സീത മറ്റുള്ളവരുടെ വിഷമങ്ങൾക്ക് മുന്നിൽ പെട്ടെന്ന് അലിയുന്ന മനസ്സായിരുന്നു അവളുടേത്. നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ലെന്ന് അവർ വിശ്വസിച്ചു. വാസ്തവത്തിൽ സീതയുടെ യഥാർത്ഥ പേര് സൈരന്ധ്രി എന്നായിരുന്നു. സീത എന്ന സിനിമയ്ക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടുള്ളതാണ്. നിരവധി സിനിമകളിൽ നായികയായ സീതയുടെ ഏറ്റവും വലിയ സവിശേഷത ഐശ്വര്യം നിറഞ്ഞ ആ മുഖം തന്നെയായിരുന്നു. ആ സമയത്തായിരുന്നു നടനും സംവിധാനമായ പാർത്ഥിവൻ സീതയെ കാണുന്നത്. അദ്ദേഹത്തിന് അവരോട് കടുത്ത പ്രണയം തോന്നി. 1990 ഇരു കുടുംബങ്ങളുടെ ആശീർവാദത്തോടു കൂടി അവർ വിവാഹിതരായി. നല്ല കുടുംബജീവിതം മോഹിച്ച അഭിനയം എന്നേക്കുമായി അവസാനിപ്പിച്ച സീതയ്ക്ക് 2 കുഞ്ഞുങ്ങൾ ജനിച്ചു എന്നതല്ലാതെ അവർ പ്രതീക്ഷിച്ചതൊന്നും ജീവിതത്തിൽ ലഭിച്ചില്ല. അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൊണ്ട് ജീവിതം അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അവർക്കിടയിലെ അപസ്വരങ്ങൾ മറന്നേക്ക് പുറത്തു വന്നു. 2001 അവർ നിയമപരമായി വിവാഹമോചനം നേടി. മൂത്ത മകൾ അഭിനയോടൊപ്പം സീത സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങി. ഇളയ മകൾ കീർത്തന പാർത്ഥിവനൊപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലും. ഒറ്റപ്പെടലും മാനസിക സംഘർഷങ്ങളും താങ്ങാനാവാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക സുരക്ഷിതത്വം കൈവരിക്കാൻ അങ്ങനെ സീത വീണ്ടും സിനിമയിലും സീരിയലുകളിലും അഭിനയിക്കാൻ തുടങ്ങി. വിനോദയാത്ര എന്ന സത്യനന്ദിക്കാടിൻ്റെ സിനിമയിൽ മലയാളത്തിലും എത്തി. കുട്ടികളുടെ പഠനവും വളർച്ചയുമായിരുന്നു മനസ്സിൽ. എന്നാൽ അവരെ പോലും അമ്പരിപ്പിച്ചുകൊണ്ട് ജീവിതം വീണ്ടും ഗതിമാറി ഒഴുകി. തമിഴ് സീരിയലുകളിൽ അഭിനയിച്ചു വന്ന നടൻ സതീഷിന് സീതയുടെ തോന്നിയ പ്രണയം വീണ്ടും ഒരു വിവാഹ ജീവിതത്തിലേക്ക് നയിച്ചു. പക്ഷേ സതീഷിൻ്റെ സ്നേഹം സീതയുടെ പണത്തിനോട് മാത്രമായിരുന്നു. 6 വർഷങ്ങൾക്കുള്ളിൽ ആ ബന്ധവും അവസാനിച്ചു. എന്നാൽ അവിടെ കൊണ്ട് അവസാനിക്കേണ്ടതായിരുന്നില്ല സീതയുടെ ജീവിതം. ദൈവത്തിൻ്റെ മനസ്സിൽ അവരെക്കുറിച്ച് ചില പദ്ധതികളുണ്ടായിരുന്നു. പാർത്ഥിവൻ്റെ വീട്ടിൽ കഴിഞ്ഞിരുന്ന കാലത്ത് സീതയുടെ മനസ്സിൽ സ്നേഹം നിറച്ച ഒരാളുണ്ടായിരുന്നു: പാർത്ഥിവൻ്റെ മാതാവ് പത്മാവതി. പെൺകുട്ടികളില്ലാത്ത പത്മാവതി സീതയെ സ്വന്തം മകളായി തന്നെ പരിപാലിച്ചിരുന്നു. ഭർത്താവുമായുള്ള അപസ്വരങ്ങൾക്കിടയിലും ആ സ്നേഹം സീതയുടെ മനസ്സിൽ കൊണ്ടു. സീതയ്ക്ക് ഒരു അമ്മയോടുള്ള അതേ സ്നേഹം അവരോടുണ്ടായിരുന്നു. ഇതിനിടയിൽ പാർത്ഥിവൻ പോലും ആ അമ്മയെ ഒറ്റപ്പെടുത്തി. പത്മാവതി അമ്മ ഒറ്റപ്പെട്ടു എന്ന വാർത്ത സീതയെ വേദനിപ്പിച്ചു. 2500 രൂപ പെൻഷൻ കൊണ്ടാണ് അക്കാലയളവിൽ ആ അമ്മ ജീവിച്ചിരുന്നത്. മക്കൾക്ക് വേണ്ടി സ്വന്തം വീട് വിറ്റതാണ് ആ അമ്മ ചെയ്ത അബദ്ധം. അവിടെയാണ് അവർ തോറ്റുപോയത്. ഇനി എങ്ങോട്ട് പോകണം എന്നറിയാതെ നിസ്സഹായാവസ്ഥയിലാണ് അവരെന്ന് ആരോ പറഞ്ഞ് സീത അറിഞ്ഞു. സീത പിറ്റേന്ന് തന്നെ പത്മാവതി അമ്മയെ പോയി കണ്ടു. സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ചു. ആ അമ്മയുടെ സന്തോഷത്തിന് അതിരുകളുണ്ടായിരുന്നില്ല. പക്ഷേ അവർ സീതയുടെ കൂടെ വന്നില്ല. സീത അവർക്ക് ഒരു ഫ്ലാറ്റ് എടുത്തു കൊടുത്തു. ദിവസവും മകളുമൊത്ത് പത്മാവതി അമ്മയെ കാണാൻ പോകും. തൻ്റെ ആഭരണങ്ങളെല്ലാം സീത ആ അമ്മയെ അണിയിച്ചു. അവരുടെ മുഖം സ്വർണം പോലെ തിളങ്ങി. ആ വൃദ്ധ മനസ്സ് സന്തോഷം കൊണ്ട് തേങ്ങി. ബന്ധങ്ങളെക്കുറിച്ച് ആ അമ്മ ആഴത്തിൽ ചിന്തിച്ചു. ഒരാൾക്ക് അമ്മയാകാൻ ഒരു കുഞ്ഞിനെ 10 മാസം ചുമന്ന് പ്രസവിക്കണമെന്നില്ല, മുലപ്പാൽ കുടിച്ച് വളരണമെന്നില്ല. എമ്പതിയാണ് ജീവിതത്തിലെ ഏറ്റവും മഹനീയമായ വികാരം. പാർത്ഥിവൻ്റെ സ്വന്തം അമ്മ അങ്ങനെ സീതയുടെ സ്വന്തം അമ്മയായി മാറി. കാലക്രമേണ പാർത്ഥിവനും അമ്മയും തമ്മിലുള്ള അകൽച്ച മാറി. സീതയും പാർത്ഥിവനോട് മനസ്സുകൊണ്ട് പുറത്തു. മക്കളായ കീർത്തനയുടെ അഭിനയുടെയും വിവാഹം പാർത്ഥിവന് സീതയെ ഒരുമിച്ച് നടത്തിക്കൊടുത്തു. ചടങ്ങിനിടയിൽ ഹൃദയത്തിൽ നിന്നും ചിരിക്കുന്ന മുഖവുമായി പത്മാവതി അമ്മ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. അങ്ങനെ സ്വന്തം മകൻ പാർത്ഥിവൻ ചെയ്യേണ്ടുന്ന കടമകൾ മരുമകളായി വന്ന സീത ക്ഷമയോടുകൂടി ചെയ്തു. സീത സർവം സഹ തന്നെ. മനസ്സിലെന്നും നന്മകൾ മാത്രം നിറഞ്ഞ സീതയ്ക്ക് GPS മീഡിയയുടെ ഹൃദയത്തിൽ നിന്നും ഒരു ബിഗ് സല്യൂട്ട്.